എല്ലാവരും നൊസ്റ്റാൾജിയ സാധനമല്ലേ ഇത് അല്ലേ? ഉണ്ടോ? എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ വന്നൊരു കപ്ലാവിൻ്റെ മുക്കാൽ ഒടിഞ്ഞ് താഴെ പോയാണേ. ബാക്കി ഒരു ചെറിയ കമ്പ് വന്നതാണ്, അത് ഞാൻ നിർത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ലൈഫിലെ ഒരു പ്രധാന സാധനമായിരുന്നു ഈ സാധനം, കശുമാങ്ങ. നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഞ്ഞിലിക്കാവള തിന്നുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമായിരുന്നു. ഇപ്പം ഇത് രണ്ടാമത്തെ കേട്ടോ, ഇവനെ ഞാൻ തിന്നും. ഇത് രണ്ടാമത്തെയാണ്. മണ്ണിലോട്ട് താഴെ വീണിട്ട് ചളങ്ങിപ്പോയതാണ്. അടിപൊളി സാധനം. അപ്പോൾ വിവീനൊക്കെ പനിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പരിപാടികളൊക്കെ ഒരു അമാതാക്കി. ശരി, പെട്ടെ. നമ്മുടെ ബിബീനയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക നമ്മൾ. ബിബീനയുടെ കൊപ്രായല്ല, ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ. വിവീനായിരിക്കുന്നത് പനിയായിരുന്നു, അതുകൊണ്ട് അമ്മയുടെ അടുത്തോട്ടൊന്നും വരാഞ്ഞത് കേട്ടാ. പനിയായിരുന്നു, പനി കൊണ്ടുള്ള ക്ഷീണം കാരണം ഇരിക്കുവാ മേല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും പനിയുടെ ക്ഷീണം പോകാൻ കുറച്ച് ദിവസം എടുക്കും. വിശ്രമം അവർക്കൊക്കെ ഉണ്ട്, എനിക്കൊക്കെ വിശ്രമം ഇല്ലാത്തത്. അപ്പോൾ ബിബീനയുടെ ബർത്ത്ഡേ കേക്ക് നമ്മൾ മുറിക്കാൻ പോവുകയാണ്. ഇവനിക്ക് മഴ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉഷാറില്ല. എങ്കിൽ നമ്മൾ മുറിച്ചോ. കേക്ക് മുറിക്കേ അമ്മങ്ങളുടെ കൂടി. പാട്ട് പാടുതി. ഹാപ്പി ബർത്ത്ഡേ മീന്ന്, ഹാപ്പി ബർത്ത്ഡേ മീന്ന് പാട്. അമ്മയോട് കുറിച്ചാമേ, അമ്മയുടെ ബർത്ത്ഡേ എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീയാളോട് അമ്മയോടെ കുറിച്ചോ. അത് കൊടുക്കണ്ടി കൈ കൂപ്പിയാ നിൽക്കുന്നത്. കൊടുക്ക്. അമ്മയുടെ ബർത്ത്ഡേ എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് അമ്മയെ കുറിച്ചോ വീനാടോടെ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അമ്മക്ക് 20 വയസ്സിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ എലിക്കുട്ടി. 20 വയസ്സാണോ? അമ്മക്ക് 20 അല്ല. അമ്മക്ക് എത്ര വയസ്സാവേ? അമ്മ പറയട്ടെ. അതൊന്നും എടുക്കണ്ട. എത്ര വയസ്സാ? എന്നാലും ഏകദേശം പറ. 50-55 വയസ്സ് കേട്ടോ. 55 ബർത്ത്ഡേ ആണ്. അതൊക്കെ മാന്തണ്ടെന്നേ. അമ്മയുടെ അവിടെ അവിടെ വായിക്കൊച്ചത് മടലൊരു പീസ് എടുത്തോളൂ. അമ്മച്ചിക്ക് കൊടുക്കാം ആദ്യം. ബാവളി അമ്മയെ കൊണ്ട് അമ്മ ഇച്ചിരി കൊടുക്കും. വിവീനായിക്ക് ഇച്ചിരി കൊടുക്കും, പായ വെച്ച് കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും കൊടുത്തോ. അപ്പൊ വിവീനയുടെ ബർത്ത്ഡേ നമ്മൾ നേരത്തെ, വിവീനയ്ക്ക് അന്ന് അവധിയില്ലാത്തതുകൊണ്ട് 24-ാം തീയതിയാണ് ബർത്ത്ഡേ. നമ്മൾ നേരത്തെ വിവീനയുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് പോവുകയാണ്. എല്ലാ വർഷവും മുറിക്കുന്നതാണ്. ഇത്തവണ ഒക്കെ ആ ദിവസങ്ങൾ അവധിയില്ല. ഈ സെക്കൻഡ് സാറ്റർഡേയിലെ അവധി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുറിക്കുകയാണ്. അമ്മേ പോയിരിക്കണേ, പോയിരിക്കണേ.
ഞാൻ അമ്മയ്ക്ക് ഒരു വിഷം എടുത്ത് കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾക്ക് തരുന്നില്ലേ? ആ, അതെ, ഇവള് പനിയായോണ്ട് ഇപ്പൊ ഒരു ബോധവും വെളുപ്പും ഇല്ലാണ്ടായി. ഒരു മൂടില്ല അവർക്ക്. അതാണ് കുഴപ്പം. പനിയായിട്ട് ഒരു കടപ്പ് തന്നെയായിരുന്നു. മുടി വരെ കേട്ടുണ്ട്. അതിന്റെ അത് പറ്റിയിരിക്കാൻ നമുക്ക് കൊടുത്തോ? ആണോ? ആ, ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കൊടുക്കാം. ഇനിയിപ്പോ വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കാം. എന്നാ കുറച്ച് മുറിച്ച് സാവു ചാച്ചനെ അവർക്കുള്ള എടുത്ത് പോയി എടുത്ത് കൊടുക്ക്. അവരവിടെ ഉണ്ടോ? അവരാരും അവിടെ ഇല്ല. അവരെല്ലാം പോയി കാണുമല്ലേ? അവരെയും കൂടെ വിളിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പോയില്ലേ? ഇതിങ്ങനെ വെച്ച് വെളിയിൽ വെച്ച് പോയി കഴിക്കണം. വിവേനയ്ക്ക് പനിയായതുകൊണ്ട് പരിപാടിയൊന്നും ഉഷാറായില്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായിരുന്നു. ആൾ ഭയങ്കര ക്ഷീണമാണ്, വൈറൽ പനി ആയതുകൊണ്ട്. ഋഷിക്കൊരു മൂടില്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ പോവുകയും ചെയ്യണം. വിവാഹം എടുത്തോടാ. കേക്ക് ഇച്ചിരി കഴിക്കുന്നുണ്ടോ ഒന്ന്? പകുതി തിന്നു, പകുതി നമ്മ ഇന്നോ ഞങ്ങളൊക്കെ തിന്നുവാ. എല്ലാവരും കഴിച്ചോ. ഇവിടെ വന്നിരുന്ന് കഴിച്ചോന്നാ. അവർ കഴിക്കുക. പകലോ? നല്ല വെയിലല്ലേ? പുറത്തേക്ക് നോക്കി. വിവീനയ്ക്ക് എത്ര വയസ്സായണേ? വിവീനയ്ക്ക് എത്ര വയസ്സായി? വിവീനയ്ക്ക് 12 വയസ്സേ ഉള്ളോ? എല്ലാരും പ്രായം കുറയ്ക്കുക. 14 വയസ്സാ? 14 മോളിയാണോ? ആ, കുഞ്ഞപ്പേട്ടൻ്റെ. ഒത്തിരി ആയി കണ്ടിട്ട്. ആണോ? മോളി ഇവിടേക്കും ഇല്ലാഞ്ഞോ? ഇല്ല, മോൻ്റെ അടുത്തായിരുന്നു. ആ, അതല്ലേ ഇത് കണ്ടത്. അവള് വന്നോ തോന്നുന്നില്ല. ആണോ? ഇപ്പൊ നേർത്ത് പോന്നോ? എന്തോ? ഇപ്പൊ ഇവിടെ അവിടെ തീർത്ത് പോന്നോ? ഇല്ല ഇല്ല, കുറച്ച് നാൾ ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞ് പോണം വീണ്ടും. അങ്ങനെയാണോ? ആ. അപ്പൊ അവിടെയാ ജീവിതം അല്ലേ? ആ, മക്കളവിടെയല്ലേ? മക്കള് ടോമിയുടെ അടുത്താ. ടോമി എവിടെയല്ലേ? ആ ആ, ടോമി അവിടെയാണ്. അവന്റെ പിള്ളേരും ആ അവളും ഉണ്ടല്ലേ? ആ ഒരു സഹായ. ആ. അവരെവിടെയാ? മെൽബണില്. മെൽബൺ ഓസ്ട്രേലിയ. അവിടെയാ. ആ, ബാബുവിനെ കണ്ടായിരുന്നു. പിന്നെ സിബി അവിടെ വന്നായിരുന്നു ഞങ്ങളെ. പിന്നെ നിങ്ങൾ വന്നപ്പോ അജു ഫ്രീ അല്ലായിരുന്നു. അജുവിനെ ബാബു വിളിച്ചായിരുന്നു. അന്നേരം അവൻ ഡ്യൂട്ടിയിലാ, അവൻ പോലീസിലല്ലേ. അപ്പൊ ബാബു ചേട്ടനോട് പറഞ്ഞു, ബാബു ചേട്ടൻ ഒരു നിർവാഹം ഇല്ലല്ലോ, നിങ്ങൾ പോരേണ്ട തലേദിവസാ ബാബു വിളിച്ചേ. അതാ പറ്റിയ. അവിടുത്തെ കാലാവസ്ഥ മക്കൾക്കൊക്കെ പെടുത്താണോ? ആ, അങ്ങനെ അങ്ങോട്ട് പോണ്. തണുപ്പത്തിരി പാടാ. വന്നതും വരാത്തതും എല്ലാം സഹിക്കാതിരിക്കാൻ പറ്റിയായിരുന്നു. ഇനി പ്രായമായ ഒരു സമയമാകുമ്പോഴാ ഇതിന്റെ വിഷമം അറിയണത്. ആണോ? അന്നാണ് ശരീരത്തിന്റെ അസ്വസ്ഥത മുഴുവൻ ഉണ്ടാകുമ്പോൾ. അത് ശരി. ഇപ്പൊ ഇതൊന്നും സാരമില്ല, ഇത് പൊടിയിടും പോലെയാ. പക്ഷെ അന്നങ്ങനല്ല. ഇനി നമ്മള് ആയി വരുമ്പോ കൂടി 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 വന്നിട്ട് അങ്ങ് അറ്റത്താവും. അമ്മയുള്ളപ്പോ അമ്മ കിടക്കുമ്പോഴേ ഒരു 2-3 ദിവസം കൂടുമ്പോ വരും. വെയിൽ ചാഞ്ഞ അവിടെ വന്ന് കുത്തിയിരുന്ന് കൊറേ വർത്താനൊക്കെ പറഞ്ഞു. അവരും അമ്മര് ഭയങ്കര വർത്താനോ. സന്ധ്യ ആകുമ്പോഴാ പോരുള്ളൂ. അമ്മയുടെ നല്ല കൂട്ടായിരുന്നല്ലോ. കാലാവസ്ഥ പെടുത്താണോ മക്കൾക്ക്? ആ, പിടിച്ചു വരണം. വലിയ കാര്യമില്ല, അല്പസ്വല്പമായിട്ടൊക്കെ ഉള്ളൂ. അങ്ങനെയേ ഉണ്ടാവുള്ളൂ. ഞാൻ വെച്ചാൽ പോട്ടെ. 2-3 വീടും കൂടി ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. ഇനി വീട് ക്ലീൻ ചെയ്യാൻ പരിപാടി ഉണ്ടല്ലോ. അവരെന്നാ പോണം? അവര് പോണില്ല, പ്രാർത്ഥന വിളിക്കാൻ വന്ന. അവിടെ പ്രാർത്ഥന, പള്ളിയിലെ പ്രാർത്ഥനയെ മോളി ചേച്ചിയുടെ കാണാം ഈ തവണത്തെ പ്രാർത്ഥന. നമ്മുടെ വീട് വഴിയുള്ള പ്രാർത്ഥനയില്ലേ, അത് പറയാൻ വന്നതാ.
യൂണിറ്റിൻ്റെ പ്രാർത്ഥന. അത് കൂടാനാ. ആ അത് അവിടെ തെളുക്കുന്നല നടത്തണമെന്ന് പറയാനായിട്ട്. അവിടെ പണിയെടുക്കുന്നതല്ല, ഞാൻ എളുപ്പത്തില്ല. ആ എന്നിട്ട് നമ്മളിപ്പോ കൊച്ചിന്റെ പുറകെ ഓടി അത് ഇതൊക്കെ അടുക്കളയിൽ ഇച്ചിരി പണിയുള്ളൂ. അറിയാം. ഉം. അവസാനം അറിയാം എന്നാ വരവ് എങ്ങനെയൊക്കെയാ ഉള്ളത്, ആ ഏത് തരത്തിലുണ്ടൊക്കെ. അന്നേരപ്പോഴല്ലേ കാലം ജീവിക്കല്ലേ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാറ്റം. ആ ഇഷ്ടത്തിൽ പോയി മാത്രമേ രക്ഷപ്പെടൂ. ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ അറ്റം തകർന്നിരിക്കും. ഇന്ന് ഏൽപ്പിച്ച് ഈശോ ഞങ്ങളെ തള്ളിക്കളയല്ലേ. ഞങ്ങൾക്ക് ആരും ഈശോ ഉണ്ട് അമ്മ കൂടെ, അമ്മ പേടിക്കണ്ട കേട്ടോ. ഈശോ കൂടെ ഉണ്ടെന്നേ, അമ്മ പേടിക്കണ്ട. നല്ല ഒച്ച ദൈവാനുഗ്രഹം ഇതുവരെ. ഇനി നാളെ ഈശോ ഒന്ന് വിളിച്ചോ. ആരും തട്ടുകൊള്ളാതെ ആരും തട്ടുകൊള്ളാതെ അവസാനം അവിടെ ഒച്ച എന്നാന്ന് അത് വർത്താനം പറയണല്ലേ, മോളി ചേച്ചിയും ചോമ്മളും കൂടെ വർത്താനം പറയണ, രണ്ടുപേർക്ക് ഒച്ചയുള്ളവരാ. അതുകൊണ്ടാ ഇത് മൊത്തം ഒച്ചയില്ല. ഇത് മാത്രം ഒച്ചയാ സംസാരിക്കുന്നല്ലേ. കേൾക്കുന്നത് ഫാൻ ഇട്ടാ പോരെ. ഫാൻ ഇടാൻ ഞാനാ, ഫാൻ ഇടുന്ന കാര്യം മറന്നുപോയോ? ഫാൻ ഇടുന്ന കാര്യം മറന്നുപോയോന്ന്? അത് ഇടാൻ പോലെ ആ അമ്മയല്ലേ ഇടാന്നേ, ആ എടുക്കുന്നുണ്ടെങ്കിൽ. എപ്പോഴാ ഫാൻ ഇട്ടപ്പോഴാ? അവര് വർത്താനം പറയുന്നതാന്നേ, മോളി ചേച്ചിയും ജോമോളും കൂടെ. സെക്കൻഡ് സാറ്റർഡേ അവധിയായിരുന്നു. അപ്പം പനിയും കൊണ്ടായിരുന്നു പോന്നെ. ഇനിയിപ്പോ ഇന്ന് പോവാം. ഡോക്ടറെ അതുവഴി ഡോക്ടർ 2 മണിക്കൂർ ഉണ്ടായിരുന്നു, ട്രിപ്പിട്ട് കിടത്തിയേക്കുമായിരുന്നു സെന്റ് സേവിയേഴ്സില്. ആ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ പോകണ്ടായി, പോയപ്പോ ക്ഷീണ. ഇനിയിപ്പോ വൈകുന്നേരം ജോമോൻ അങ്ങ് കൊണ്ടുവിടാൻ നോക്കണ്ട. ബ്ലഡൊക്കെ എടുത്താ? ആ വേണ്ട കൊടുത്തിട്ടുണ്ട്, ബ്ലഡൊക്കെ എടുത്തായിരുന്നു. വൈറൽ പനിയാണ് വന്നാൽ ക്ഷീണം പോയല്ലോ. വൈറൽ പനി വന്ന മോളെ 5-6 ദിവസം കഴിക്കും. 5 ദിവസത്തിൽ 1 മാസം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ പോകാൻ കഴിയായിരുന്നു. പെരുമല, പത്തനംതിട്ട. പരിമല. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിത്തമൊന്നും ഇപ്പം കുഴപ്പമൊന്നുമില്ല. അടുത്ത കൊല്ലം എല്ലാ കൊച്ചുങ്ങളും 10 വിഷയം പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞല്ലേ നഴ്സിംഗിന്റെ ബാക്കി 6 മാസത്തെ വിഷമം ഉണ്ടായിരുന്നല്ലോ. 6 മാസം കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. നന്നായിട്ട് പഠിക്കണം വെച്ചത്. അവിടെ എല്ലാം പഠിക്കുന്നതാ, ആരും മോശക്കാരില്ല. എല്ലാരും 95% മേളിലുള്ള പിള്ളേരെ ഉള്ളൂ. സപ്ലി വരാതിരുന്നാ മതി. ആ സപ്ലി ആർക്കും ഇല്ല അവിടെ. ആ പിള്ളേരെല്ലാം പഠിക്കുന്ന പിള്ളേരായിട്ടല്ലേ സപ്ലി വരാത്തത്. സപ്ലി വന്നില്ലെങ്കിൽ പിന്നെ ഇത് മെറിറ്റ് സീറ്റ് കിട്ടിയതല്ലേ നമുക്ക്. നമുക്ക് മെറിറ്റാണ്. ഉത്സാഹിച്ച് പഠിക്കുക. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തു പോവാം. എനിക്കന്ന് അങ്ങോട്ട് വിടാനായിരുന്നു താല്പര്യം. പക്ഷെ 60 ലക്ഷം എന്താ ചേച്ചി, ഞങ്ങൾ ഇവിടെ മൊത്തം പണയം പെടുത്തേണ്ട വരികയല്ലേ. നമുക്ക് ഈ ബാധ്യത പേടിയാ. അല്ല അവിടെ കൊളംബോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. നമ്മുടെ രാജുവിന്റെ ജൂഡ് പഠിച്ച യൂണിവേഴ്സിറ്റി അത് നല്ലതായിരുന്നു. അവിടുത്തെ കാലാവസ്ഥയും നല്ലതായിരുന്നു. മെൽബൺ ഇത്തിരി കാലാവസ്ഥ തണുപ്പ് കൂടുതല. പിന്നെ ക്യൂൻസ്ലാൻഡില് കെയ്സിലാണെന്നോണ് അനീറ്റിന്റെ ആങ്ങള് പഠിക്കുന്നത്. അവിടെയും നല്ല കാലാവസ്ഥ, കുഴപ്പമില്ല. എന്നാ ശരിയെന്നാ 5 മണിക്കല്ലേ? 5 മണിക്ക് ഞാൻ ഈ ഇതിൽ താക്കോലി കഴിപ്പിടിച്ചൂടെ പോകുന്നത്. അവിടെ ഇല്ലല്ലോ, ആരും കാണിയല്ല. അതൊന്ന് പറഞ്ഞേക്കാം. ഉച്ചയ്ക്ക് ഉറങ്ങാതെ വിവീനയ്ക്ക് കാവലിരിക്കുന്ന എലിക്കുട്ടമ്മയാണ്. ഇങ്ങനെ കിടന്നാ എനിക്ക് ഒന്നാമത്തെ അൽക്കാപ്രാടിയാക്കി കിടക്കാൻ തോന്നും, ക്ഷീണിച്ചു പോകും. ഇനി അങ്ങനെ കിടക്കണമല്ല, എന്നല്ല ചൂടാണെ പോയിട്ടാണ്. ശക്തിയായി വെയിലൊക്കെ തെളിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുമില്ലാത്ത ഒന്നായിരിക്കും ലേറ്റേയില്ലാതെ വരും. വിട്ടിരുന്നേ കുറച്ചായിട്ട് നടന്നേ, ഇരുന്നാലേ അസ്വസ്ഥത കൂടി വരും. ചെറിയന വെയിൽ പുറത്തോട്ട് നോക്കത്തില്ല. അമ്മ ഇവിടെ പോയി കാണുന്നില്ല, ഇങ്ങോട്ട് വന്നില്ലല്ലോ. എവിടെ പോയി? ഏതമ്മേ? ഏതമ്മ? ഇവിടുത്തെ അമ്മയിലേ കുത്തിയിരിക്കുന്നേ. ഇവിടുത്തെ അമ്മ എവിടെ കുത്തിയിരിക്കുന്നത്? അവിടെ ഇരിക്കുന്നു. തൈയിരിക്കുന്നത്. അതെ. പിന്നെ ആരത്? ആരെങ്ങനെയായി? അമ്മയല്ലേ, എലിക്കുട്ടി അമ്മയല്ലേ? ഇവിടുത്തെ അമ്മ
ഇവിടുത്തെ അമ്മ എലിക്കുട്ടിയാ. ഞാനല്ല. പിന്നെ ആരാ? പേര് പറ. ഇത്ര നാളായിട്ട് പേരറിയില്ല. ഇത്ര നാളായിട്ട് എനിക്കറിയാവുന്ന പേര് എലിക്കുട്ടി എന്നാ. എലിക്കുട്ടി എന്നുള്ള പേര് എനിക്ക് അറിയത്തുള്ളൂ. വീണ പേറ്റേ മോളെ ഇങ്ങനെ കിടക്കാതെ കൊണ്ടമാനം ക്ഷീണാവും. ഈ പഠിത്തമൊക്കെ ഉള്ളതല്ലേ. കഞ്ഞി തരട്ടെ? എത്ര നേരം കിടന്നതല്ലേ ഇനി കഞ്ഞി കുടിക്കുന്നുണ്ടോടി? കഞ്ഞി കുടിക്കടി. ഇങ്ങനെ കിടന്നാൽ പറ്റിയല്ല മോളെ. കിടക്കും തോറും ക്ഷീണം കൂടും. കിടക്കുന്നൊന്നുമില്ലേ? ഓടി നടപ്പായിരുന്നല്ലോ. വിവീനെ കിടക്കുന്ന കണ്ടപ്പം ഓടി നടക്കുന്നതാണല്ലോ. വിവീനയ്ക്ക് പനിയല്ലേ? ഇന്നത്തെ വെയിൽ ഭയങ്കര. വെയിലൊക്കെ ഭയങ്കര ചൂടാ. ഉച്ചടക്കാരും വീട്ടോട്ട് പോകാം. ഏത് വീട്ടിലാ? ഏത് വീട്ടിൽ പോണ കാര്യ പറയണേ? ഏത് വീട്ടിൽ പോണ കാര്യ പറയണെന്ന്? ഏത് വീട്ടിലാ പോണ കാര്യ പറയണെന്ന് ചോദിച്ചേ. ഞങ്ങളുടെ വീട്ടിൽ പോകണം, അല്ലാതെ എവിടെ? ഞാറുകുളം ഉതിരക്കട്ട ഈ വീടാ. ഇതിന്റെ പേര് അമ്മയുടെ സ്വന്തം വീട് കേട്ടാ. അമ്മയുടെ സ്വന്തം വീടാ കേട്ടോ. സ്വന്തം വീടാ. പിന്നെ എന്താ ഇങ്ങനെ പറയണേ? അരയത്ത് പുത്തമ്പരയിൽ ഒരു ദിവസം പോകാം കേട്ടാ. അരയത്ത് പുത്തമ്പരയിലേ ഒരു ദിവസം പോകാം. അമ്മയുടെ സ്വന്തം വീടില്ലേ? അമ്മ വളർന്ന വീട്. അമ്മ വളർന്ന വീടില്ലേ? വളർന്ന വീട് ഏതാ? തളർന്നതല്ല, വളർന്നത്. അമ്മ വളർന്ന വീടില്ലേ? അമ്മ വളർന്ന വീടില്ലേ? വളർന്ന വീട്. അമ്മ വളർന്ന വീട് ഏതാ? ഇങ്ങനെ കിടക്കാതെ ഇതിനെ പനിയായിട്ട് വന്ന ഈ പ്രായമല്ലേ. ഈ പ്രായത്തിൽ ഇത്രയും കിടക്കേണ്ട കാര്യമുണ്ടല്ലോ. ഇതൊക്കെ വിലക്കൊന്നുമില്ലല്ലോ. അവർക്ക് പനിയാണോ? ക്ഷീണമാ. അല്പം സ്വല്പം കുറിച്ചൊന്നുമല്ല. പനിയൊന്നും കിടന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. കഥ കിടച്ചൊക്കെ കിടക്കുവായിരുന്നേ. ഇപ്പൊ ഇന്ന് എവിടെ വന്ന് കിടന്നതാ പറ്റിപ്പോയത്. അമ്മ ഇന്നത്തെ ദിവസം കിടന്നിട്ടില്ല. വിവീന എന്ന് പറഞ്ഞ് നോക്ക ഡോക്ടർ എലിക്കുട്ടി. പോലും പനിയില്ല. ശാലം പോലെ പനിയില്ലതേ. അമ്മ വന്ന പച്ചവെള്ളം പോലെ ഇരിക്കണം. പിന്നെ എന്തിനാ കിടക്കണേന്ന്. അതാണ് പറയുന്നത്. ചൂടുകഞ്ഞി കുടിയല്ലേ? ഇന്ന് മാറിയിട്ടില്ല. ഇതിനകത്ത് നാളിന്ന് മാറിയിട്ടില്ല. ഇവിടെ ഇരിക്കുക, തച്ചിരിക്കുക. ഇന്നത്തെ ഇവനക്ക് കാവലിരിക്കുവാണ്. നോക്കും പച്ചവെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പനിയില്ല. ഓരോ മിനിറ്റ് ഇടവിട്ട്. അതാരാ? ആരാ? ആരാ? അമ്മക്ക് അറിയത്തില്ലേ? അമ്മനെ വീട്ടിൽ കൊണ്ടുപോയി. നീ അതേ സമയമില്ല. നീ സമയമില്ലെന്ന് വീട്ടിൽ പോയാൽ. അവിടെ ആരുമില്ല. അവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേ ഞങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഭയങ്കര പാടാ. ആണോ? കന്നാലിക്ക് പുല്ല് ചെത്താൻ പോണോ? കന്നുകാലിക്ക് പുല്ല് ചെത്താൻ പോണോന്ന്? പുല്ല് ചെത്താൻ പോകണോന്ന്? കുട്ടി അവിടെ പുല്ല് ചെത്താനില്ല. പിന്നെ എവിടുന്നാ കൊണ്ടിരുന്നേ? ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ എത്തിക്കഴിയും. പിന്നെ ഒന്നും പിന്നെ എന്നാ കൊടുക്കണേ? പിന്നെ വല്ല കപ്പക്കോലും കഴിഞ്ഞു. കപ്പക്കോല അരി കൊടുക്കുന്നു. മറ്റേ ജോലി ആരാ? ഇവനെ ഏറ്റില്ലല്ലോ. അല്ലേ? നീ എഴുന്നേക്ക്. നീ തന്നെ വെള്ളം ഭയങ്കര ക്ഷീണമല്ലേ? എന്നെ ഇച്ചിരി കഴിയുമ്പോൾ കുളിക്കേ. പനിയൊന്നുമില്ല.
ആറായി ജോരവർക്ക് ക്ഷീണ കുഞ്ഞിനെ കാരണം പറഞ്ഞിട്ട് കൊന്ന രോഗമൊന്നും വരാകെ പള്ളിക്കൂട്ടപ്പാനുള്ളാക്കിയ അതാണേ കൂടുതലൊക്കെ പോകാനുള്ളതാണ് ഏക്കടി. ഇന്ന് പള്ളിക്കൂടം ലീവ് ആക്കിയേക്കുവാ. നമുക്കിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ല. ഇങ്ങനെയത് പണ്ട് ഞാൻ കടന്നോണ്ടിരുന്ന വല്ലപ്പോഴും ഒന്ന് വല്ല പനി വന്ന് കടന്ന എന്നെ കിടത്തിയല്ലായിരുന്നു. ഇതുപോലെ വന്നിട്ട് ഒഴിപ്പിക്കുമായിരുന്നു എന്നെ. സ്വൈര്യം തരികയല്ലായിരുന്നു എനിക്ക്. ആരാ ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ എന്റെ അമ്മായിയമ്മ. ഇവിടെയാ ആ എന്നിട്ടോ കിടക്കാൻ സമ്മതിക്കുകയല്ലായിരുന്നു. പനി കൊണ്ട് ഞാൻ കിടക്കണതാ. പക്ഷെ സമ്മതിക്കല. എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഏക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ രോഗം ഉണ്ടാവും. ഏക്ക് എന്ന് പറഞ്ഞ് വല്ല പണി ചെയ്യാൻ പറഞ്ഞു. പനിയായിട്ടല്ലേ കിടക്കണേന്ന് പോലും ചിന്തിക്കുകയല്ല. ആ പഴയ ആൾക്കാരാന്ന് എന്നാ പറയാനാ. ഞാനൊന്ന് കിടന്നിട്ടില്ല കേട്ടോ. എനിക്ക് സങ്കടം വരെ വന്നിട്ടുണ്ട്. അല്ല പെണ്ണുങ്ങൾ അവർക്കും ഉള്ളവരുള്ള കഴിവ് അവരുടെ മക്കൾക്കുള്ള പോലെ മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് അത് മനസ്സിലാക്കിയല്ല അതന്നെ അതല്ലേ ഈ കുഴപ്പം. അവർക്ക് അവരുടെ കാര്യം മാത്രം അങ്ങനെ പോയാൽ ശരിയായി. തല എണ്ണ വെച്ചിട്ട് ഒത്തിരി ആലോചിച്ചു തലമുടി മുഴുവനും ചെട പിടിച്ചായിരിക്കാം. ഒന്നിച്ചിരി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് വെച്ചിട്ട് ചീക്കി വെക്കാൻ വരാൻ ഞങ്ങളെ ഇന്നലെയാണ് ഇച്ചിരി എണ്ണ നോക്കാൻ നോക്കിയിട്ടില്ല. എന്നിട്ട് ചുമ്മാതെ കുളിക്കുകയാണ് ഇന്നലെ എപ്പോഴാ കുളിച്ചേ? ഞാൻ അവിടെ വെച്ചു. എവിടെ വെച്ച്? വീട്ടിൽ വന്നില്ല. വീട്ടിൽ വന്നാൽ എണ്ണ നോക്കാൻ കുളിക്കുക. വീട്ടിൽ വന്ന് എണ്ണ നോക്കാൻ കുളിക്കില്ല. ആ അതാ വീട്ടിലില്ലാഞ്ഞിട്ടാ. അതാ വെച്ച്. വീട്ടിലാണല്ലേ എണ്ണ കാണുള്ളൂ. എന്നെ കൊണ്ടുപോന്നെ കഞ്ഞി കുടിക്കാൻ. കഞ്ഞി അമ്മ കുടിക്കണം ആദ്യം. അവക്ക് വിനായിക്കന്റെ അടിപൊളി. കഞ്ഞി വേണം, ചോറ് വേണം. കഞ്ഞി വേണം, ചോറ് വേണം. കറിയൊക്കെ എന്നാന്ന് നോക്കി. നാളെ കൊണ്ട് ഇത് പോകും. നാളെ കൊണ്ട് പോകാനിരിക്കുക. മുത്തപ്പൻ്റെ അടുത്ത് പോകാനുണ്ടോ? നോയമ്പ. എനിക്ക് നോയമ്പ. വലിയ നോയമ്പല്ലേ? വലിയ നോയമ്പല്ലേ ഇപ്പം? അതുകൊണ്ട് നോയമ്പ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇമിന എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? വന്ന് കഴിക്കും. നീ എന്നെ കൂടി പറയിപ്പിക്കാതെ. ഈച്ചയെല്ലാം ആടം പഠിക്കാതെ ഇല്ല. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവല്ലേ? അച്ചാറാ. അച്ചാർ വെച്ചില്ല. പുതിയത് ഇപ്പൊ ഇട്ടതാ. നമ്മൾ എത്ര മണിയാകുമ്പോ അവിടെ എത്തും? 6 മണിയാകുമ്പോൾ എത്തണം. 3:30 ആകുമ്പോഴല്ലേ ഇവിടെ ഇറങ്ങുള്ളൂ. 3:30, 4:30, 5:30 ആകുമ്പോ 6 ആകുമ്പോ എത്തുവോ? വെയില് കാരണം എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തറയെല്ലാം തുടയ്ക്കാൻ കിടക്കുക. ഒത്തിരി പണി കിടപ്പുണ്ട്. ചെയ്യാൻ പറ്റുന്നില്ല. നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഇന്ന് എന്നായാലും ചെയ്യണം. നിങ്ങളിവിടെ ഇറങ്ങി കഴിയുമ്പോൾ ചെയ്യാൻ പോവാ. നാളെ ആ ചക്കക്കുരും ചീരയും കൂടെ കറി വെക്കണം. എനിക്ക് മറ്റു കറികൾ വെച്ച് നോക്കുമ്പോ ചക്കക്കുരും ചീരയും കൂടെ കറി വെക്കണം എനിക്കിഷ്ടം. തോരൻ. ഈ പിച്ചൊന്ന് മാറിയാൽ മതി. പിന്നെ അമ്മ ചെയ്യുന്നത് എന്തോ പണി. എവിടെ നിന്ന് പോയി പിന്നെ ക്ലിനിക്സിലോട്ടോ ഇതിനേക്കാൾ ഇരട്ടി പണി അവിടെ ചെയ്യും. നമുക്കൊക്കെ അങ്ങനെ പറഞ്ഞു ചെല്ലുമ്പോൾ അറിയത്തോളം അവസ്ഥ. കുളിച്ചിട്ട് പള്ളിയിലാണ് ഇപ്പം പോണേ. ഇത് പള്ളി കുർബാനയൊന്നും ഇല്ല. വെള്ളിയാഴ്ച ഞായറാഴ്ചയേ ഉള്ളൂ കുർബാനയുള്ളൂ. 2 കുർബാനയുള്ളൂ. വൈകുന്നേരം കുർബാന ഇല്ല. അച്ഛനോട് ഒന്ന് കാണാൻ പോവാണോ? ഉച്ചക്കുണ്ട്. അച്ഛനെ കാണാൻ പോവാണോ? കാണാനൊന്നും പോവാ. പിന്നെ വീട്ടോട്ടാ പോണം. വീട്ടില് അച്ഛനുണ്ടോ? വീട്ടിലില്ല അച്ഛൻ. പിന്നെ അതാണ് കഴിച്ചത്. കണ്ടില്ലേ? അതിന് കഴിപ്പൊന്നുമില്ല. എടി നിന്നെയും കൂട്ടി പോകാനുള്ള പരിപാടിയാടി. എങ്ങോട്ട് പോകാനാ? എനിക്കറിയത്തില്ല. എവിടെ പോകാനാ? വിവീനയായിട്ട് എവിടെ പോകാനാന്ന്? എവിടെ? പള്ളിയില്ല. പള്ളി പ്രാർത്ഥനയ്ക്കും. ഇന്ന് 2 കേൾപ്പിച്ചിരിക്കുക കേട്ടോ. കടക്കാരെയും പോണില്ല.
പിന്നെ 2 ദിവസം ബിബീനെ മുറി കയറി കിടന്ന് കഥ അടച്ച് കിടന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. നീ ഇന്ന് പുറത്തിറങ്ങി ഒന്ന് കിടന്നതാണ് ഈ പണിയെല്ലാം കഴിയുമ്പോ വീട്ടിലെ കഴിയുമ്പോ പള്ളിയിലേക്ക് പോകും. വീട്ടിൽ പോകണോ? ഇവിടെ കൊണ്ടാണോ പോണേ? ബിബീനെ കൊണ്ടാണോ പോണേ? വീട്ടിലേക്ക് ഉണ്ടോ? ആ അവൻ തന്നെ ഇല്ല. മാറ്റി മാറ്റി പറയണോ? അവളെ വന്ന് കൊണ്ടുപോകണ്ട. അവള് പള്ളിയിലോട്ടില്ല. അവള് പഠിക്കാൻ പോവാ, കോളേജിൽ പോണം. അവള് കോളേജിൽ പോവാ വൈകുന്നേരം. വിവാനെ കുട്ടി വേണേ പോക്കോ. വിവാനെ കൂട്ടിക്കൊണ്ട് പോക്കോ. വിവാനായിട്ട് പോക്കോ. വിവാനൊക്കെ അവിടെയാ. എവിടെ? അവരെ കൊണ്ട് പോക്കോ കേട്ടോ. അവരെയും കൂട്ടി പോക്കോ. അപ്പോള് പള്ളിയോടാക്കരുത്. എനിക്കിപ്പോ ആരെയും കൂട്ടിക്കൊണ്ട് പോകാൻ പുറത്തോട്ട് പോകാൻ പറ്റിയാലും വീട്ടിലാരും ഇല്ല. ഓ വീട്ടിലാരും ഇല്ലേ? കാലാക്കണം. കാലാക്കണം. ഇനി അമ്മ ആർക്കും കാലാക്കിയൊന്നും കൊടുക്കണ്ട. ഇനി ആർക്കും കാലാക്കി കൊടുക്കണ്ടെന്ന്. കഞ്ഞിയൊക്കെ വെക്കണം. കഞ്ഞിയൊക്കെ വെക്കാൻ അവിടെ പെണ്ണുണ്ട്. വേറെ പെണ്ണുങ്ങളുണ്ടെന്നേ. ആരാ? അമ്മയുടെ മകന്റെ കെട്ടിയോളല്ലേ? അവിടെ ഉണ്ടോ? പിന്നെ അവക്കെന്നാലും ഒക്കുമില്ല ഓരോ പണി. വേറെ പണിയോ? അവക്കും ഇല്ലേ ഓരോ പണിയൊക്കെ? ആ അതവളല്ലേ എല്ലാം ചെയ്യണേ. അതിലുണ്ടോ? മധുരവും പുളിയുണ്ട് അല്ലേ? മധുരവും പുളിയില്ലേ? നല്ലതല്ലേ? പോയി കിടന്നോ? നീ പോയി കിടന്നോ? കിടപ്പൊന്നുമില്ല. അതിനാ ഇന്നത്തെ ദിവസം കിടന്നിട്ടില്ല. നീ ഇങ്ങനെ നടക്കുമായിരുന്നു. വീണയുടെ പറയാറുണ്ട്. വീണ വന്നിട്ട് ഒരു ദിവസം ഒരു അമ്മയുടെ അടുത്ത് ഇരുന്നില്ലല്ലോ. കിടക്കാൻ പറ്റിയ കന്നുകാലിനെ കന്നുകാലി ആടും ഒക്കെ അതിനെയൊക്കെ നോക്കണ്ട. ഇവിടെ ആടില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെയോ? ഇവിടെ വീട്ടിലുണ്ട്. ഏത് വീട്ടില്? ഞാറുകുള ഉതിരക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഞാറുകുള ഉതിരക്കട്ട. ആ വീടാ ഇത്. ഇവിടെ ആടൊന്നുമില്ല. അമ്മ വേറെ എവിടെയോ പോയി നിൽക്കുന്നേ അല്ലേ? ഞാറുകുള ഉതിരക്കട്ടയിലല്ല അമ്മ ഇപ്പൊ നിൽക്കുന്നത്. അമ്മ വേറെ എവിടെയോ ആണ് ഇപ്പം ഒത്തിരി പാല വെള്ളത്തിനൊക്കെ കൊണ്ട് ഓരോ സ്ഥലം വഴി പോകണം കെട്ടാൻ. തീ വെയിലത്താ? ഈ തീ വെയിലത്താണ് ഓരോന്നിനെയൊക്കെ കൊണ്ട് കെട്ടാൻ പോണത്. പൊള്ളിച്ചത്തു പോകും. വെയിലില്ലാത്ത സ്ഥലമുണ്ട് അവിടെ കെട്ടും. വെച്ചാൽ പഴയ എടുത്തുണ്ട്. അതെല്ലാം തിന്നും ഇപ്പൊ. പുല്ലുപറമ്പിലാണോ കെട്ടണേ? ആടിനെയൊക്കെ എവിടെയാ കൊണ്ട് കെട്ടണേ? പുല്ലുപറമ്പിലാണോ? പുല്ലുപറമ്പിലാണോ ആടിനെ കൊണ്ട് കെട്ടണേ? പുല്ലുപറമ്പിലാണോന്ന്? എവിടെയെങ്കിലും കേട്ടോ. അന്നാട്ടത്തെ തീറ്റാൻ ഇതുപോലെ നോക്കി കണ്ടു എല്ലാം പറ്റും പറഞ്ഞുണ്ടാക്കി. സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മയുടെ വേറെ മക്കൾ ആരെങ്കിലും വരുമ്പോ വേണം ജോമോനെ അമ്മ അറിയ പോലും ചെയ്യാല. അറിയാവോ അല്ലേ ഏലിക്കുട്ടി? അമ്മ അപ്പൊ അമ്മയുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചോണം. വേറെ സംസാരം ഏതോ അധികപ്പറ്റി വന്ന് നിൽക്കുന്ന പോലെയാ ജോമോനോട് സംസാരിക്കുന്നത്. എന്താ ഇത് മാത്രം നിങ്ങൾ അമ്മയോട് ചെയ്തത്? നല്ല വെയില, തടസ്സമില്ല കുളിക്കാൻ. കുളിക്കുന്നുണ്ടോ അപ്പൊ? കുളിച്ച് തോർത്ത് കഴിയുമ്പോ നല്ലപോലെ വെയിൽ തോന്നുന്നു. എന്തെങ്കിലും നാളെ കപ്പ ഇതെല്ലാം എടുത്ത് വെച്ചിരുന്നു. പെണ്ണിനോട് പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ഏലിക്കുട്ടി. അതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരെണ്ണത്തിൽ കൂടുതൽ വേണം. അവളെ ഒന്ന് വഴക്ക് പറയും. തേച്ച് കഴിയുന്ന വെച്ചാൽ പോലെ. അതായി കുഴപ്പം മുഴുവൻ ഉണ്ടായത്. അമ്മേ അവളെ വഴക്ക് പറ. അവളോട് വഴക്ക് പറ. കേക്കത്തില്ലേ? വേറെ മാറ്റി ഉറങ്ങ വന്നില്ല. അവളോട് വഴക്ക് പറയാനാ പറഞ്ഞേ. അവളോട് അതൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതിന് വഴക്ക് പറയാൻ. ഏറ്റു പോകാൻ പറയാ. ബോഡി രണ്ടുപേരും കൂടെ ഞങ്ങളുടെ അമ്മ കൊണ്ടുപോകാൻ. പിന്നെ പഠിക്കാനുണ്ട് പല കാര്യങ്ങളില്ല. വീട്ടു ജോലിയായി കന്നുകാലിയായി ആടായി. വീട്ടിൽ ചാത്തനുണ്ടോ? ഉണ്ടോടി? അവൾക്ക് ചാച്ചനെ കണ്ടിട്ടുണ്ടോ? അവള് ചാച്ചനെ കണ്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അവള് ചാച്ചനെ കണ്ടിട്ടില്ല. ഏത്? അവള് വല്യപ്പനെ കണ്ടിട്ടില്ല. ഇല്ല, വല്യപ്പനെ കണ്ടിട്ടില്ല. വല്യപ്പന് ഉണ്ടായി കഴിഞ്ഞപ്പോ അവളും ഉണ്ടായി. വല്യപ്പന ഉണ്ടായി കഴിഞ്ഞപ്പോ അവളും ഉണ്ടായോ? വല്യപ്പനെയും കൊച്ചപ്പനെയും അവള് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് എത്ര വർഷമായിപ്പോഴല്ലോ കഴിഞ്ഞപ്പോഴാണ് വല്യപ്പൻ ഭരിക്കണം. ആർക്ക്? വല്യപ്പൻ ഭരിക്കുന്നത്.
എലിക്കുട്ടി ആരുടെ കാര്യമാണ് എൽസിയുടെ കാര്യമായിരിക്കും പറയണേ. അങ്ങനെ വല്ല ആയിരിക്കും. അച്ഛൻ പോയോ അറിയാവോ ഏത് ചാച്ചൻ അമ്മേ വീട്ടിലെ അവരൊക്കെ ചേച്ചനാണോ അവർ ചാച്ചൻ പോയി പോയോ സ്വർഗത്തിൽ പോയി ഇങ്ങോട്ട് പോയി സ്വർഗത്തിൽ പോയി പിന്നെ അതേ നീ സ്വർഗത്തിൽ പോക്കാം അതെ സ്വർഗത്തിൽ പോവുകയല്ലേ നല്ല യാത്രയാണെന്നുള്ള ഞാൻ കേട്ടിരിക്കണം പിന്നെ അത് സ്വർഗത്തിൽ പോകത്തില്ലേ അതെവിടെയാണെങ്കിൽ അന്നേരം പോകുമ്പോഴേ പോയതേ കൂടുതൽ വല്ലതും പോകണ്ട കൂടത്തിൽ പോയാൽ ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല ഇനി എപ്പോഴാ വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പലരും പല സമയത്തല്ലേ വിളിക്കുന്നേ പല സമയത്തോ ആ എല്ലാരെയും ഒരുമിച്ച് വിളിക്കുന്നില്ലേ പറഞ്ഞ സമയമാകുമ്പോൾ അറിയാം അന്നേരം ഒക്കെ വരും ഇപ്പം അവതച്ചാച്ചന് ഇവിടെ ഇല്ല കേട്ടാ അവതച്ചാച്ചനെ അന്വേഷിക്കുന്നെങ്കിൽ ഇവിടെ ഇല്ല ആർക്കില്ല ഇവിടെ അവത ചാച്ചൻ അല്ലേ അവത കൊച്ചല്ലേ അമ്മയുടെ കെട്ടിയത് അതൊക്കെ അല്ലേ അതിവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് ഈശോയുടെ നേർച്ചയാണ് മൊത്തം ആ ഇന്ന് പ്രത്യേക രുചിയുണ്ട്. രുചിയുണ്ടെന്ന് അപ്പോൾ ബിബിനെ പോവാ കേട്ടോ. ബിബിനെ കോളേജിലോട്ട് പോകുക. പോകുമ്പോൾ കണ്ടിട്ടില്ല രാവിലെ പോണോണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കാണാൻ അവൾ വരുമ്പോഴാണ് കണ്ടുകൊണ്ടിരുന്നത്. പോകുമ്പോൾ കാണാറില്ല, വെളുപ്പിനെ പോയിക്കൊണ്ടിരുന്നുണ്ട്. ഇന്ന് തല തിരിഞ്ഞു പോയി. ബിബീനേനെ പോകുന്ന സാറിനെ പോകുമ്പം കാണാറില്ലായിരുന്നല്ലോ. കോളേജിലോട്ട് പോകുമ്പം അമ്മ ഉറക്കത്തിലായിരിക്കും, വെളുപ്പിനെയല്ല പോയിക്കൊണ്ടിരുന്നത്. എന്നോട് ചോദിക്കുന്നത് അവള് പോകുവാന്ന് കോളേജിലോട്ട് ഞാൻ മേടിച്ചത് പോകണ്ടേ ആക്കാൻ പോവാ. പനിയല്ലായിരുന്നു, രാവിലെ പോകേണ്ടതായിരുന്നു, പോയില്ല, ഇപ്പഴാ പോണത്. ഇനി എവിടെയാണ് കഴിച്ചു കൂട്ടേണ്ടത്? ഇന്ന് ഇറങ്ങിക്കോ, സമയം കളയേണ്ടത്. ചായ മേഡം. എല്ലാവർക്കും നമസ്കാരം. അപ്പം ബിബീനായ വന്നിട്ട് പനിയായിരുന്നു, അതുകൊണ്ട് അമ്മയായിട്ട് ഇത്തവണ ഒരു പരിപാടിക്കും നിന്നില്ല. കാരണം അവൾ വന്ന അന്ന് വൈകിട്ട് 10-11 മണിയായി. ഞങ്ങൾ വന്നപ്പോൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും 10-11 മണിയായി. പിന്നെ അവൾ പനിയായിട്ട് കിടപ്പായിരുന്നു. അതുകൊണ്ട് ബർത്ത്ഡേ കേക്ക് പോലും നേരെ മുറിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മതി. ബർത്ത്ഡേ 24-ാം തീയതിയാണ്, പക്ഷെ ഞങ്ങൾ നേരത്തെ മുറിച്ചാണ്. അന്ന് അവൾക്ക് അവധി കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് നേരത്തെ മുറിച്ചാണ്. അപ്പോൾ അമ്മ അന്ന് മൊത്തം ഇവിടെ കൂടെ ആയിരുന്നു. നിങ്ങളത് കണ്ടല്ലോ, ഇവിടെ ഇവിടെ കിടക്കുന്ന സിറ്റിയെ കിടക്കുന്നുണ്ട്. അമ്മ മൊത്തം അവളുടെ കൂടെയായിരുന്നു. റൂമിലൊക്കെ കയറി ചെല്ലുമായിരുന്നു. പനിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് അധികം അടുപ്പിക്കാതിരുന്നാണ്, അമ്മയ്ക്ക് പനി പിടിക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അപ്പം ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ കൊണ്ടാക്കാൻ പോകണേ, പനിയുടെ ക്ഷീണമുള്ളതുകൊണ്ട് പരുമല വരെ കൊണ്ടയാക്കുവാണ്. നല്ല വെയിലാണ് എങ്കിലും പോവുകയാണ്. പറഞ്ഞാ മതി അല്ലേ? ക്രീമിരിക്കും തൂത്തന്നെ. കോളേജിൽ പോവാ കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് ആകുമല്ലേ, താമസമില്ലായിരിക്കും. ഉണ്ട്, താമസമൊക്കെ ഉണ്ട്. ടാറ്റ ടാറ്റ. എല്ലാം മുത്തപ്പൻ്റെ കരങ്ങളിലാണ്. ദിവസമൊന്നും കൂടാ, എല്ലാം നേർവ് വഴിക്കാണ്. എല്ലാം വരണ്ട് കിടക്കുക. വരണ്ട് കിടക്കും, വരണ്ട് ഉണങ്ങി കിടക്കുക. അത് എന്നൊക്കെ വെച്ചിട്ടില്ല, ചെയ്ത് ഒരിക്കലും കെട്ടി വെക്കണം. അതൊന്നും ചെയ്യല, പിച്ചിപ്രാന്തിനെ പോലെ അയച്ചിടും. നന്നായിട്ട് വരുമോ? ഇനിയിപ്പോ എപ്പോഴും അതെ, അവിടെ ചെല്ലും, സമയം എടുക്കും. 5-6 മണിയാവും അവിടെ ചെല്ലുമ്പോ. അവിടെ ചെന്ന് വണ്ടി കിട്ടാൻ വേണ്ടി എത്ര നേരം നോക്കി നിൽക്കണായിരിക്കും. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.